യഥോ ധർമ്മ തഥോ ജയ. പ്രിയ ഭക്തജനങ്ങളെ പ്രണാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ് നിർത്തിയ പ്രധാന ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, അർജുനൻ്റെ തീർത്ഥാടനമാണ് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത്. അതിൽ ഗംഗാതീരത്ത് നിൽക്കുന്ന അർജുനനെ ഉലൂബി എന്ന നാഗകന്യക നാഗലോകത്തേക്ക് മാസ്മരീയതയിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതും, ആ നാഗകന്യകയായ ഉലൂബിയോടൊപ്പം അർജുനൻ ഏതാനും നാളുകൾ നാഗലോകത്ത് ജീവിക്കുകയും ആ സമയത്ത് അർജുനന് ഉലൂബിയിൽ ഇരാവാൻ എന്ന ഒരു പുത്രനുണ്ടാകുന്നതും, തുടർന്ന് ഹിമാലയം ലക്ഷ്യമാക്കി തീർത്ഥയാത്ര തുടരുന്ന അർജുനൻ മണിപുരം എന്ന രാജ്യത്തെത്തി അവിടുത്തെ രാജാവായ ചിത്രാംഗതൻ്റെ പുത്രി ചിത്രാംഗതയെ വിവാഹം കഴിച്ച് 3 വർഷം അവളോടൊപ്പം മണിപുരം കൊട്ടാരത്തിൽ താമസിക്കുന്നതും, ആ സമയത്ത് ചിത്രാംഗതയ്ക്ക് അർജുനനിൽ നിന്ന് ബഭ്രുവാഹനൻ എന്ന പുത്രനുണ്ടാകുന്നതും, തുടർന്ന് അർജുനൻ ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ചെയ്ത് ഏതാനും തീർത്ഥങ്ങളിൽ ശാപഗ്രസ്തരായി കഴിയുകയായിരുന്ന ദേവകന്യകൾക്ക് മുതലവേഷത്തിൽ കഴിയുന്ന അവരെ വലിച്ച് കരയിലിട്ട് ശാപമോക്ഷം കൊടുക്കുന്നതും, തുടർന്ന് അർജുനൻ ഗോകർണത്തെത്തി മുൻകാലങ്ങളിൽ അറിയാതെ തന്നിലുണ്ടായ പാപങ്ങളെല്ലാം തീരട്ടെ എന്നുദ്ദേശിച്ച് ഏതാനും നാളുകൾ ഗോകർണത്ത് തപമിരിക്കുന്നതും, ശേഷം ദ്വാരക ലക്ഷ്യമാക്കി സമുദ്രതീരത്തൂടെ നടന്ന് അവിടെ ദ്വാരകയ്ക്ക് സമീപം ചെന്ന് പാർക്കുന്നതുമായ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. അങ്ങനെ അവിടെ വസിക്കുകയായിരുന്ന അർജുനനെ ഗതൻ എന്ന ഒരു യാദവനുമായി പരിചയപ്പെടാൻ ഇടയാവുകയും ആ ഗതനിൽ നിന്ന് ദ്വാരകാ കൊട്ടാരത്തിലെ വിശേഷങ്ങളെല്ലാം അറിയാനിടയാവുകയും അക്കൂട്ടത്തിൽ കൃഷ്ണൻ്റെ കനിഷ്ഠ സഹോദരിയായ സുഭദ്രയെക്കുറിച്ച്, അതായത് സുഭദ്രയുടെ സൗന്ദര്യത്തെക്കുറിച്ചും സൗശീല്യത്തെക്കുറിച്ചും ഉള്ള വിവരണം ഗതനിൽ നിന്ന് മനസ്സിലാക്കിയ അർജുനന് തൻ്റെ അച്ഛൻ പെങ്ങളുടെ, അതായത് തൻ്റെ അമ്മയുടെ സഹോദരൻ്റെ പുത്രിയായ യശോദയെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നതും, തുടർന്ന് ഗതനിൽ നിന്ന് തന്നെ അർജുനൻ മറ്റു ചില വിവരങ്ങൾ കൂടെ മനസ്സിലാക്കുകയും ചെയ്തു. അതായത് അക്കാലത്ത് ഈ ഭൂമണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഗദായുദ്ധവീരന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായിരുന്നു കൃഷ്ണ ജ്യേഷ്ഠനായ ബലരാമൻ. ഈ ബലരാമന് അനേകം ദ്വന്ദ്വയുദ്ധത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ദുര്യോധനൻ. ദുര്യോധനന് സഹോദരിയായ സുഭദ്രയെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നതാണ് ബലരാമൻ്റെ ആഗ്രഹമെന്നും ഗതൻ മുഖേന അർജുനൻ മനസ്സിലാക്കി. അപ്പോൾ തൻ്റെ
അമ്മയുടെ സഹോദരപുത്രിയായ സുഭദ്രയെ തനിക്ക് വിവാഹം കഴിക്കാൻ നേരിട്ട് കൊട്ടാരത്തിലെത്തി ആലോചിച്ചാൽ നടക്കുന്നതല്ല എന്ന് അർജുനന് ഈ വിധത്തിൽ ബോധ്യമായി. കാരണം ദുര്യോധനന് വേളി കഴിച്ചു കൊടുക്കാൻ ബലരാമൻ തീരുമാനിച്ചിരിക്കുന്നു എങ്കിൽ തൻ്റെ പ്രിയ സുഹൃത്തായ കൃഷ്ണന് ജ്യേഷ്ഠനെ എതിര് നിൽക്കാൻ കഴിയാത്തതിനാൽ ഒരുപക്ഷേ ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന് ബോധ്യമായ അർജുനൻ ഏതെങ്കിലും വിധേന ദ്വാരകാ കൊട്ടാരത്തിലെത്തി സുഭദ്രയുടെ മനസ്സറിയണം എന്ന് തീരുമാനിച്ച അർജുനൻ അതിലേക്കൊരു ഉപായം കണ്ടെത്തി. അത് മറ്റൊന്നുമായിരുന്നില്ല, ഒരു സന്യാസി വേഷത്തിൽ കൊട്ടാരത്തിനടുത്തെത്താൻ എത്തുന്നതിലേക്ക് വേണ്ടി അർജുനൻ തലമുണ്ടനം ചെയ്ത് കാവ്യവസ്ത്രവും ധരിച്ച് കമണ്ഡലവുമായി അങ്ങനെ ദ്വാരക ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. വഴിമധ്യേ ഒരു ആൽമര ചുവട്ടിൽ വിശ്രമിക്കാൻ കിടന്ന് അർജുനൻ അങ്ങനെ ഉറങ്ങിപ്പോയി. ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ സതീർത്ഥനായ അർജുനൻ ദ്വാരകയിലെത്തിയിട്ടുണ്ടെന്നും അർജുനനെ ഒന്ന് കാണുന്നതിലേക്ക് വേണ്ടി കൃഷ്ണൻ അർജുനനെ അന്വേഷിച്ച് സത്യഭാമയോടൊപ്പം അങ്ങനെ വരികയായിരുന്നു. കൃഷ്ണൻ വന്ന സമയത്ത് അർജുനൻ ഇങ്ങനെ വൃക്ഷച്ചുവട്ടിൽ കിടന്നുറങ്ങുകയാണ്. കാഷായ വേഷധാരിയായി ഭിക്ഷുവേഷത്തിൽ കിടക്കുന്ന അർജുനനെ കണ്ട് അറിയാതെ കൃഷ്ണൻ ചിരിച്ചുപോയി. കൃഷ്ണൻ്റെ ചിരി കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന സത്യഭാമ ചോദിച്ചു, എന്താണ് ഈ ഋഷിവര്യനെ കണ്ട് അങ്ങിങ്ങനെ ചിരിക്കുന്നതെന്ന്. ഇത് കേട്ട കൃഷ്ണൻ സത്യഭാമയോടായി പറഞ്ഞു, പ്രിയതമേ, ഈ കിടക്കുന്നത് ഒരു ഭിക്ഷുവല്ല, ഇത് സാക്ഷാൽ അർജുനാണ്. ഇവൻ ഭിക്ഷുവേഷത്തിൽ കിടക്കുന്നത് സുഭദ്രയെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. ഇത് കേട്ട് കഴിഞ്ഞ സത്യഭാമയും അറിയാതെ ചിരിച്ചു. രണ്ടുപേരുടെയും ചിരിയുടെ ശബ്ദം കേട്ട് അർജുനൻ ഉണരുകയും തൻ്റെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണനെ കണ്ട് അത്ഭുതപ്പെട്ട് അർജുനൻ ചാടി എണീക്കുകയും ചെയ്തു. കൃഷ്ണൻ അർജുനനെ ഗാഠം പുണർന്ന് കുശലാന്വേഷണങ്ങളെല്ലാം നടത്തിയതിന് ശേഷം അർജുനനോട് രൈവത പർവ്വതത്തിൽ പോയി വസിക്കാൻ പറഞ്ഞ് കൃഷ്ണനും സത്യഭാമയും അവിടെ നിന്ന് കടന്നുപോയി. കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം രൈവത പർവ്വതത്തിലെത്തിയ അർജുനൻ ആ രൈവത പർവ്വതം എന്ന അതിവിശാലമായ കുന്നിൻ പ്രദേശം അവിടെ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ ദ്വാരകയിലുള്ള ആപാലവൃന്ദം ജനങ്ങളും ആ ഉത്സവത്തിന് പങ്കെടുത്തുകൊണ്ടേയിരുന്നു. രാജാക്കന്മാരും രാജകുമാരന്മാരും പ്രഭുക്കന്മാരും പ്രമാണിമാരും എന്നുവേണ്ട സർവ്വജനങ്ങളും നിരന്തരം ഇങ്ങനെ ആ ഉത്സവത്തിന് പങ്കെടുത്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ട അർജുനൻ ആ ഉത്സവത്തിലേക്ക് ആൾക്കാർ കടന്നു വരുന്ന വഴിക്ക് സമീപം ഭിക്ഷുവേഷത്തിൽ തന്നെ അങ്ങനെ ഇരിപ്പായി. ഉത്സവം കാണാൻ കടന്നു വന്നുകൊണ്ടിരുന്ന ആൾക്കാരിൽ പലരും യുവാവും യുവകോമളനായ ഒരു ഭിക്ഷുവിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തെ തേജസ്സും കണ്ട് അദ്ദേഹത്തിന് അടുത്തേക്ക് വരികയും പല കാര്യങ്ങളും ആരായുകയും അവരെ എല്ലാവരെയും കാര്യങ്ങൾ പറയുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങനെ അർജുനൻ ഇരിക്കുകയായിരുന്നു. ഈ സമയത്ത് ബലരാമൻ രോഹിണിയോടൊപ്പവും കൃഷ്ണൻ സത്യഭാമയോടൊപ്പവും സുഭദ്ര തോഴിമാരോടൊപ്പവും ഒക്കെ ഈ ഉത്സവം കാണുന്നതിലേക്ക് വേണ്ടി അവിടെ എത്തി. ബലരാമൻ വഴിക്ക് ഒരു ഭിക്ഷുവിന് ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ട് ഇതെന്താണെന്ന് നോക്കുന്നതിലേക്ക് വേണ്ടി ബലരാമനും അവിടെ എത്തി. ഈ ഭിക്ഷുവിനെ കണ്ട് അതീവ തേജസ്വിയും യുവകോമളനുമായ ഈ
ഭിക്ഷു ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്ന വിവരങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. ഒരു കാരണവശാലും ബലരാമന് ഇത് അർജുനനാണ് എന്ന് മനസ്സിലായതുമില്ല. പണ്ഡിതോചിതമായ രീതിയിൽ അർജുനൻ ബലരാമനോട് കാര്യങ്ങൾ സംസാരിക്കുകയും താൻ തീർത്ഥാടനം നടത്തിയ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുകയും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബലരാമന് ഇത് കേവലം ഒരു ആൽമരച്ചുവട്ടിൽ ഇരിക്കേണ്ട നിസ്സാരനായ ഒരു സന്യാസിയല്ലെന്നും ഇദ്ദേഹം അതീവ ശ്രേഷ്ഠനായ ത്രികാലജ്ഞാനിയാണെന്നും ഒക്കെ തോന്നുകയും ആയതിനാൽ ഇദ്ദേഹത്തെ ഒരതിഥിയായി തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ടതാണ് എന്ന് മനസ്സിൽ ധരിക്കുകയും ഈ സമയത്ത് തന്നെ കൃഷ്ണനും സത്യഭാമയുമായി അവിടെ എത്തുകയും ചെയ്തു. കൃഷ്ണനെ കണ്ട ഉടൻ, കൃഷ്ണ, നീ ഇപ്പോൾ ഇവിടെ വന്നത് ഉചിതമായി. ഞാൻ ഈ യുവകോമളനായ സന്യാസിയെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ അത്ഭുതവും ശ്രേഷ്ഠവും ആയ വാക്കുകൾ കേട്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം തികച്ചും ഒരു ത്രികാലജ്ഞാനിയാണ്. ഇദ്ദേഹത്തെ അതിഥിയായി നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് കൃഷ്ണനോട് ബലരാമൻ പറയുകയും മാത്രമല്ല, കൊട്ടാരത്തിന് സമീപം ഉദ്യാനത്തിൽ ആ ലതാഗ്രഹത്തിൽ ഇദ്ദേഹത്തെ അതിഥിയായി താമസിപ്പിക്കുകയും തൊട്ടടുത്തുള്ള കന്യാഗ്രഹത്തിൽ സുഭദ്രയോടും തോഴിമാരോടും ഇദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണം പാനീയങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറയുകയും ചെയ്യണം എന്ന് ബലരാമൻ കൃഷ്ണനോട് പറയുകയും ഇത് കേട്ട് സത്യഭാമയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച കൃഷ്ണൻ ജ്യേഷ്ഠനോടായി ഈ പ്രകാരം പറഞ്ഞു, ജ്യേഷ്ഠ, ഇദ്ദേഹം സന്യാസിയാണെങ്കിലും യുവാവാണ്, സുന്ദരനാണ്, മികച്ച വാഗ്മിയാണ്. ഇദ്ദേഹത്തെ കന്യകാഗ്രഹത്തിനടുത്ത് തന്നെ താമസിപ്പിക്കണമോ എന്ന് ബലരാമനോട് ചോദിച്ചപ്പോൾ, ഹേയ് കൃഷ്ണ, നീ എന്താണ് ഈ പറയുന്നത്? ഇദ്ദേഹം ശ്രേഷ്ഠജ്ഞാനിയും സർവ ആഗ്രഹങ്ങളും ത്യജിച്ച അവനുമായ സന്യാസിയാണ്. ഇദ്ദേഹത്തെ എവിടെ താമസിപ്പിക്കുന്നതിൽ എന്താ കുഴപ്പം? ഇത് കേട്ട കൃഷ്ണൻ, ജ്യേഷ്ഠൻ നിർദ്ദേശിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അർജുനനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോവുകയും കൊട്ടാരത്തിന് സമീപം ഉദ്യാനത്തിലുള്ള ലതാഗ്രഹത്തിൽ അർജുനനെ താമസിപ്പിച്ചതിന് ശേഷം കന്യകാഗ്രഹത്തിൽ കയറി തൻ്റെ സഹോദരിയായ സുഭദ്രയോട് ഇപ്രകാരം പറഞ്ഞു, സുഭദ്രേ, അടുത്ത ലതാഗ്രഹത്തിൽ ഒരു ശ്രേഷ്ഠ സന്യാസിയെ അതിഥിയായി താമസിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിത്യവും ഭക്ഷണപാനീയങ്ങൾ എത്തിക്കാൻ ജ്യേഷ്ഠൻ നിന്നെ ചുമതലപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. നീ ആ ചുമതല ഏറ്റെടുക്കണം. തോഴിമാരെ പറഞ്ഞയക്കാതെ നീ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി ഭക്ഷണപാനീയങ്ങൾ എത്തിച്ചാൽ നിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് എന്ന്. ഭഗവാൻ കൃഷ്ണൻ അറിയാത്തതായി ഒന്നുമില്ലല്ലോ. സുഭദ്ര ബാല്യം മുതൽ തൻ്റെ അച്ഛൻ പെങ്ങളുടെ പുത്രനായ സവ്യസായിയെ കുറിച്ച് വളരെ ശ്രേയസ്കരമായ രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. ഇന്നേവരെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എങ്കിലും ഇന്ന് ഈ ലോകത്ത് നിലനിൽക്കുന്ന യോദ്ധാക്കന്മാരിൽ, അതായത് യുദ്ധവീരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അർജുനെന്നും അർജുനാൽ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു രാജാക്കന്മാരും ഈ ഭൂമുഖത്തില്ലെന്നും വിദഗ്ധനായ യോദ്ധാവ് എന്നത് മാത്രമല്ല അതീവ സുന്ദരനും സുമുഖനുമാണെന്നും ഒക്കെ സുഭദ്ര ബാല്യം മുതലേ അർജുനൻ്റെ വീരകഥകൾ കേട്ട് വളരുകയായിരുന്നു. അങ്ങനെ സുഭദ്രയുടെ മനസ്സിൽ തൻ്റെ മുറച്ചെറുക്കനായ അർജുനനെ അഗാധമായി സ്നേഹിക്കുന്നു എന്ന സത്യം ആ ലോകത്ത് ആ കാലഘട്ടത്തിൽ മനുഷ്യർക്കാർക്കും പുറത്തറിയാൻ പാടില്ല എങ്കിലും ഭഗവാൻ കൃഷ്ണൻ അറിയാത്തതായി ഒന്നുമില്ലല്ലോ. അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിധത്തിൽ
സുഭദ്രയെ ഉപദേശിച്ചിട്ട് അവിടെ നിന്ന് കടന്നുപോയത്. എന്തായാലും പിറ്റേ ദിവസം മുതൽ സുഭദ്ര നേരിട്ട് തന്നെ ആ ഭിക്ഷുവിന് വേണ്ടുന്ന ഭക്ഷണ പാനീയങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. സുഭദ്ര ആ ഭിക്ഷുവിനെ അങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൽ എന്തോ വ്യത്യസ്തമായ സ്വഭാവം നിലനിൽക്കുന്നുവെന്നും വ്യത്യസ്ത വ്യക്തിത്വത്തിന് ഉടമയാണെന്നും സുഭദ്രയ്ക്ക് ബോധ്യമായി. കാരണം അദ്ദേഹത്തിൻ്റെ ഭിക്ഷുവാണെങ്കിലും 2 കൈകളിലും ഞാൻ തഴമ്പ് സുഭദ്ര കാണാനിടയായി. പല ദിവസങ്ങളങ്ങ് കഴിഞ്ഞു പോയപ്പോൾ ഒരു ദിവസം സുഭദ്ര അർജുനനോടായി ചോദിച്ചു, അല്ലയോ ജ്ഞാനിയായ യോഗീശ്വര, അങ്ങ് ഈ ലോകം മൊത്തം സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ. അദ്ദേഹം എപ്പോഴെങ്കിലും അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിട്ടുണ്ടോ? അവിടെ എൻ്റെ അച്ഛൻ പെങ്ങൾ താമസിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ പെങ്ങൾ കുന്തിദേവിയെ അങ്ങ് കാണാനിടയായിട്ടുണ്ടോ? മാത്രമല്ല അച്ഛൻ പെങ്ങളുടെ മൂത്ത പുത്രനായ ധർമ്മപുത്രർ എന്നറിയപ്പെടുന്ന യുധിഷ്ഠിരനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? ലോകൈക ബലവാനായ വായുപുത്രൻ ഭീമസേനനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? ഫൽഗുനനെ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ് എന്ന് ഞാൻ അറിഞ്ഞത് സത്യമാണോ? അദ്ദേഹത്തെ കാണാൻ എപ്പോഴെങ്കിലും അങ്ങേക്ക് അവസരമുണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടപ്പോൾ അർജുനൻ്റെ ഉള്ളിലുണ്ടായ കുളിർമയ്ക്ക് അതിനുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇത്രമാത്രം ആകാംക്ഷയോടുകൂടി ചിന്തിക്കുന്ന ഇവൾ എന്തുമാത്രം തങ്ങളോട് സ്നേഹമുള്ളവളാണ് എന്ന് മനസ്സിലാക്കിയ അർജുനൻ ഇപ്രകാരം തിരിച്ചു പറഞ്ഞു, ഞാൻ പോയിട്ടുണ്ട്, കുന്തിദേവിയെ കണ്ടിട്ടുണ്ട്, അവർ സുഖമായിരിക്കുന്നു. ധർമ്മപുത്രർ അതീവ ധർമ്മനിഷ്ഠയോടുകൂടി തന്നെ രാജ്യഭരണം നടത്തുന്നു. അദ്ദേഹത്തെ രാജ്യഭരണത്തിന് വളരെ സമർത്ഥമായ രീതിയിൽ ഭീമസേനൻ സഹായിക്കുന്നുണ്ട്. അർജുനൻ തീർത്ഥാടനത്തിലാണ് എന്ന് ഞാൻ അറിഞ്ഞു, നേരിട്ട് കാണാനിടയായിട്ടില്ല. പക്ഷേ ഞാനൊരു സത്യം മനസ്സിലാക്കി, അത് അതീവ രഹസ്യമാണ്. ആ രഹസ്യം ഞാനിപ്പോൾ നിന്നോട് പറയാം. ഒരു കാരണവശാലും സ്ത്രീകളോട് രഹസ്യം പറയാൻ പാടില്ല എന്നതാണ് സത്യമെങ്കിലും നിന്നോട് ആ രഹസ്യം ഞാനിപ്പോൾ അറിയിക്കാം. മറ്റൊന്നുമല്ല, തീർത്ഥാടനത്തിലായിരുന്ന അർജുനൻ സുഭദ്രയിൽ മോഹിതനായി സുഭദ്രയെ കാണുന്നതിനും വേളി കഴിക്കുന്നതിലേക്കും വേണ്ടി ഒരു സന്യാസി വേഷത്തിൽ ദ്വാരകയിലെത്തിയിട്ടുണ്ട് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞ സുഭദ്ര പെട്ടെന്ന് നാണം കൊണ്ട് തലകുനിക്കുകയും അർജുനൻ തന്നെ മോഹിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ ആ നിമിഷം മുതൽ സുഭദ്രയിലുണ്ടായ ആ വികാര ചേഷ്ടകൾക്ക് അതിരില്ലായിരുന്നു. കാലുകൊണ്ട് നിലത്ത് കളം വരയ്ക്കുന്നത് കണ്ടപ്പോൾ സുഭദ്ര തന്നെ ഉള്ളാലെ സ്നേഹിക്കുന്നു എന്ന അർജുനന് ബോധ്യമാവുകയും ഇനി ഒട്ടും വൈകാതെ ഈ സത്യം സുഭദ്രയോട് തുറന്നു പറയാം എന്നുദ്ദേശിച്ച അർജുനൻ, സുഭദ്രേ, നീ എന്നോട് ക്ഷമിച്ചാലും ഞാൻ തന്നെയാണ് അർജുനൻ. നിന്നെ നേരിൽ കാണുന്ന നിലയ്ക്ക് വേണ്ടി, നിൻ്റെ മനോനില അറിയുന്ന നിലയ്ക്ക് വേണ്ടിയും ഞാൻ ഈ വേഷം ധരിച്ചതാണ്. നീ എന്നോട് പൊറുത്താലും എന്ന്. അർജുനൻ ഞാൻ ചെറുപ്പം മുതലേ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അർജുനൻ തന്നെയാണ് തൻ്റെ മുന്നിലിരിക്കുന്നത് എന്ന് ബോധ്യമായ സുഭദ്ര അപ്പോഴുണ്ടായ വികാരത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇനി ഞാനിവിടെ നിന്നാൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ സുഭദ്ര അവിടെ നിന്ന് ഓടി തൻ്റെ ശയന മുറിയിലെത്തി പുഷ്പമഞ്ചത്തിൽ വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ പുഷ്പമഞ്ചത്തിൽ കിടക്കുകയായിരുന്ന സുഭദ്രയുടെ അടുത്തേക്ക് ഭഗവാൻ കൃഷ്ണൻ സത്യഭാമയെ പറഞ്ഞയച്ചു.
നിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ് എന്ന് ഇതെല്ലാം ദിവ്യദൃഷ്ടിയാൽ കണ്ട കൃഷ്ണൻ സത്യഭാമയെ പറഞ്ഞയച്ച് സുഭദ്രയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. തുടർന്ന കഥാഭാഗങ്ങൾ അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.